റുകൂഇനെ സംബന്ധിച്ചും സുജൂദിനെ സംബന്ധിച്ചും ഇരുത്തത്തെ സംബന്ധിച്ചുമൊക്കെ പുരുഷന്മാർക്കുള്ള നിയമങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ റുകൂഇലും സുജൂദിലും ഇരുത്തത്തിലുമൊക്കെ ചില പ്രത്യേക നിയമങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി ഒരു വിശദീകരണം തരാമോ? ഇതാണ് രണ്ടാമത്തെ സംശയം. അതായത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ചില ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ അങ്ങനെ ഉണ്ട് താനും. പുരുഷന്മാർ റുകൂഇ ചെയ്യുമ്പോൾ കൈകളിങ്ങനെ വാരിയലിനോട് ചേർത്ത് പിടിക്കാതെ അകറ്റിപ്പിടിച്ചുകൊണ്ടാണ് കാൽമുട്ടിന്മേൽ കൈവെക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോഴും കൈ അകറ്റിപ്പിടിക്കണം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ രണ്ട് കൈമുട്ടുകളും അവരുടെ മാറിന്റെയും വയറിന്റെയും ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റുകൂഇ ചെയ്യേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത് എന്നൊക്കെ ചില കർമ്മശാസ്ത്ര കിതാബുകളിൽ കാണുന്നുണ്ടെങ്കിലും ഹദീസിന്റെ പിൻബലം അവക്കില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേപോലെയായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞതിൽ ഒരൊറ്റ ഹദീസിലും സ്ത്രീകൾ ഇതിൽ നിന്ന് വ്യത്യാസമാണെന്നോ ഏതെങ്കിലും നമസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ സ്ത്രീകൾക്ക് വ്യത്യാസമുണ്ടെന്നോ പ്രവാചകൻ പഠിപ്പിച്ചു തരികയോ സ്വഹാബാക്കിറാം അങ്ങനെ മനസ്സിലാക്കി സ്വഹാബ വനിതകൾ അങ്ങനെ നിർവഹിക്കുകയോ ചെയ്തതായി തെളിവുകളിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് നിസ്കാരത്തിന്റെ രൂപത്തിൽ പുരുഷനും സ്ത്രീക്കും ഒരേ രൂപമാണ്, മറ്റ് വ്യത്യസ്ത രൂപം കൽപ്പിക്കലെല്ലാം തെളിവിന്റെ പിൻബലമില്ലാത്ത വാദങ്ങളാകുന്നു എന്നാണ് പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ചില ഹദീസുകളിൽ ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ഒരു അധ്യായം കൊടുത്തത് തന്നെ അത്തഹിയാത്തിനുള്ള ഇരുത്തത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്തും സാധാരണ ചിലർ പറയാറുണ്ട്, പുരുഷന്മാര് അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റില്ല, അവരാ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന അതേപോലെ തന്നെ അല്ലെങ്കിൽ അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന മോഡൽ തന്നെയാണ് എപ്പോഴും ഇരിക്കേണ്ടത് എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. വാസ്തവത്തിൽ ഇമാം ബുഖാരി ഈ അധ്യായത്തെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മു ദർദാ എന്നു പേരുള്ള ഒരു കർമ്മശാസ്ത്രത്തിൽ വളരെയധികം പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു സഹാബ വനിത, അവർ അവരുടെ നമസ്കാരത്തിൽ പുരുഷന്മാരിയ്ക്കുന്ന അതേപോലെ തന്നെയായിരുന്നു അവർ ഇരുന്നിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ അവർ പുരുഷന്റെ നമസ്കാരത്തെ അപേക്ഷിച്ച് അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് എന്ന് അവർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നും പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ നിസ്കാരത്തിന്റെ രൂപത്തിൽ തുല്യമാണ്, പ്രത്യേക നിയമങ്ങളൊന്നും സ്ത്രീകൾക്ക് നിസ്കാരത്തിന്റെ രൂപത്തിൽ സഹീഹായ നമ്പറുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്.